അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അവിടെയാണ് കേട്ടോ. വന്നു തിരിച്ചു പോയി. എനിക്കിതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്വാർട്ടേഴ്സിലിരിക്കുമ്പോഴായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. വാർഡ്രോബ് തുറക്കുമ്പോൾ അവരുടെ ഷർട്ട്, റൂം ഫുൾ അവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല്, ഭയങ്കര വിഷമമായിരുന്നു. ആള് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പിന്നെ വരും എന്നെ കൊണ്ടാക്കാൻ. ഏറ്റവും വലിയ ഡ്രീം ആയിരിക്കും നമ്മുടെ പാർട്ട്ണറായിട്ട് ഒരു റൂഫിൻ്റെ താഴെ ഒരുമിച്ച് താമസിക്കും. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണോ? മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്ത് വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ, അല്ലെങ്കിൽ ആർമിയിലോ, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോബായിട്ടോ, അങ്ങനെ എന്താവട്ടെ, ആരും ഇൻ എ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ്. ആളപ്പോൾ ലീവ് കഴിഞ്ഞ് ഇന്നലെ തിരിച്ചു പോയിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ്. എനിക്കിപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആളോട് സംസാരിച്ചപ്പോൾ ആൾ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും, മേ ബി കുറച്ച് ഓക്കെ ആവുമായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പോൾ നമുക്ക് വളരെ റോയായി സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന സമയം ആളെന്നെ കാണാൻ തൃശ്ശൂരിൽ നിന്ന്, ആളുടെ വീട് തൃശ്ശൂരാണ്, മുള്ളൂർക്കര എന്ന് പറയും, പക്ഷെ പാലക്കാടാണ് കുറച്ചുകൂടെ ക്ലോസ്. അപ്പം തൃശ്ശൂരിൽ നിന്ന് എൻ്റെ വീട് മൂവാറ്റുപുഴ, അവിടെ വരെ ഡ്രൈവ് ചെയ്ത് വരും. ചിലപ്പോൾ ബൈക്കിനായിരിക്കും, ചിലപ്പോൾ കാറിനായിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒരു രാവിലെ 9-9:30 എത്തും. നേരത്തെ ഒരു 6-7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. അപ്പം ഞാനും അങ്ങനെ എൻ്റെ വീടിൻ്റെ ക്ലോസ് എവിടെയെങ്കിലും ചെല്ലും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കാണും. ഒരു 9:30 മീറ്റ് ചെയ്താൽ, 9 മണി 9:30 മീറ്റ് ചെയ്താൽ ഞങ്ങൾ ഈവനിങ് ഒരു 3 to 4 ആ ഒരു സമയം വരെ ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരിക്കും. നമ്മൾ വേറെ മൂവിക്ക് പോകലൊക്കെ കുറവാണ് കേട്ടോ. കാരണം മൂവിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും സമയം മൂവി കണ്ട് തീരുമല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരുമിച്ചിരുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് അങ്ങനെ രാവിലെ മീറ്റ് ചെയ്താൽ ഈവനിങ് വരെ ഞങ്ങൾ കുറേ സംസാരിക്കും. അപ്പോൾ അന്ന് മുതൽ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് ശീലമാണ്. ലീവിന് വന്ന ഒരു 2-3 വട്ടം എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വരും. ഞങ്ങൾ കുറേ സംസാരിക്കും, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോവുക. അപ്പോഴും എനിക്ക് ആൾ തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം നാട്ടിൽ വന്ന് കണ്ടിട്ട് പിന്നെ തിരിച്ചു പോവുകയാണല്ലോ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ ശരിക്കും മാരേജ് കഴിയേണ്ട വന്നു. കാരണം അപ്പോൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും വീഡിയോ കോൾസിൽ കൂടെ തന്നെയാണ് കാണുക. കാരണം നാട്ടിലുള്ളപ്പോഴും നമ്മൾ 3 വട്ടമൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ബാക്കി സമയം നമ്മൾ വീഡിയോ കോൾസിൽ കൂടെ തന്നെ കാണുന്നുണ്ട്. അന്ന് വിഷമമുണ്ടെങ്കിലും അത് ഇത്രയും ഇൻറ്റൻസിറ്റിയിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മാരേജൊക്കെ ആവാറായപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനി മാരേജ് ആവാണ്, ഇനി തൊട്ട് നമ്മൾ ഒരുമിച്ചാണ്. നാട്ടിലിപ്പോൾ ഒരു മാസം, വർഷത്തിൽ 2-3 മാസം, അതായത് 90 ഡേയ്സോളം അവർക്ക് ലീവുണ്ട്. അപ്പോൾ നാട്ടിൽ വരുന്ന അത്രയും സമയം നമുക്ക് കാണാമല്ലോ, അത് മതി. ആ വരുന്ന ഒരു മാസമോ 3 മാസമൊക്കെ നമ്മൾ എന്തായാലും ഒരുമിച്ചല്ലേ, അപ്പോൾ എനിക്ക് അത് മതി. ബാക്കിയുള്ള സമയം ഇപ്പം പട്ടാളത്തിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ വിചാരിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത്. അപ്പോൾ ആൾ വന്നു തിരിച്ചു പോയി. എനിക്കിതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയും നാൾ 24/7 കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുമെന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വിഷമമായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഇൻറ്റൻസിറ്റിയിൽ അനുഭവിച്ചത് സെക്കൻഡ് ലീവായപ്പോഴാണ് കേട്ടോ. ഇത് സെക്കൻഡ് ലീവായപ്പോഴാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ലീവിന് വന്നിട്ട് തിരിച്ചു പോയിട്ട് പിന്നെ ആളില്ലാതെ ഒരു 3-4 മന്ത്സ് സർവൈവ് ചെയ്യണമല്ലോ. ആ സർവൈവൽ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ ലീവിന് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഇനിയും ഞാൻ ആളില്ലാതെ സർവൈവ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഡിസൈഡ് ചെയ്തു, ഇനി എനിക്ക് ലോങ് ഡിസ്റ്റൻസ് പറ്റില്ല. എന്തായാലും ആൾ വർക്ക് ചെയ്യുന്നോടത്ത് തന്നെ എങ്ങനെയെങ്കിലും ജോബ് കണ്ടുപിടിക്കണം, അവിടെ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ ജോബൊക്കെ കണ്ടുപിടിച്ച് പിന്നെ ഞാൻ അവിടെ സെറ്റിലാവാമെന്ന് വിചാരിച്ചിട്ട് ആൾ മധ്യപ്രദേശ് വർക്ക് ചെയ്യുമ്പോൾ അവിടേക്ക് പോയിട്ടോ, അവിടെ ജോബും കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ ക്വാർട്ടേഴ്സിൽ സെറ്റിലായി. ഞാൻ എൻ്റെ ലൈഫിൽ മാരേജ് കഴിഞ്ഞിട്ട് ഒരു ലൈഫ് ജീവിച്ചു, അല്ലെങ്കിൽ ലിവ് ദ മൊമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് അവിടെയാണ് കേട്ടോ. നമുക്ക് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി കാണുന്ന എല്ലാ ലക്ഷറിയും അങ്ങനത്തെ ഒരു ലൈഫൊന്നുമല്ല. ചെറിയ റൂമും ചെറിയ ക്വാർട്ടറൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാം കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്പേസ് ആക്കി അതിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ലൈഫാണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ. കാരണം നമുക്ക് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റോ അല്ലെങ്കിൽ ആരുടെ അഭിപ്രായങ്ങളോ ഒരുപാട് അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മുടെ മാത്രം ലൈഫല്ലേ. അതായത് നമ്മൾ രണ്ടുപേരും തന്നെ കുക്ക് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ കുക്ക് ചെയ്യണ്ടേ എന്നാൽ വേണ്ട, ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പോവാം, ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളത് കഴിക്കാം. നമ്മുടേതായ രീതിക്കാണല്ലോ ജീവിക്കുന്നത്. പിന്നെ നാട്ടുകാരുടെ കുറേ അഭിപ്രായങ്ങളും അങ്ങനെ ഒന്നുമില്ലാതെ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോയൊരു സമയമായിരുന്നു അത്.
പിന്നെയാണ് വേറെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട വന്നത്. അപ്പോൾ വീണ്ടും ലോങ് ഡിസ്റ്റൻസിൽ തന്നെയായി. അപ്പോൾ ഇന്നലെ ആൾ തിരിച്ചു പോയിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ പോയതിന് ശേഷം നമ്മുടെ റൂമിൽ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു വാക്വം ഫീൽ ചെയ്യും. കാരണം വേക്കൻ്റ് ആയിട്ടുള്ള ബെഡ്, വാർഡ്രോബ് തുറക്കുമ്പോൾ അവരുടെ ഷർട്ട്, റൂം ഫുൾ അവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല്, ഇതൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഒന്നുകൂടെ ഹേർട്ട് ചെയ്യും. കാരണം അവർ ഒരുമിച്ചുണ്ടായിരുന്ന നമ്മുടെ ഒപ്പം അവർ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഉള്ള എല്ലാ മൊമെൻറ്റ്സും നമ്മളിങ്ങനെ റിവൈൻഡ് അടിച്ചുകൊണ്ടിരിക്കും ഈ സ്മെല്ലൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ. ഞാൻ കറൻ്റ്ലി ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്ന മിക്കവർക്കും ഇത് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇത്ര വലിയ കാര്യമാണോ, ഇപ്പോൾ ദുബായ്ക്കാരൊക്കെ ഇതിലും കൂടുതൽ സഫർ ചെയ്യുന്നുണ്ട്. സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദുബായ് പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ സെറ്റിലായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോബായിട്ട് മാറി നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്നെപ്പോലെ ആർമി വൈഫ്സോ ആർക്കായാലും മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതൊരു 3 മാസമാണെങ്കിലും 1 വർഷമാണെങ്കിലും 1 വീക്കാണെങ്കിലും നമുക്ക് ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ലെറ്റ് ഇറ്റ് ബി ഒരു മാരേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലിവിങ് ടുഗെദർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒരു റൂഫിൻ്റെ താഴെ ഒരുമിച്ചുണ്ടാവുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ അങ്ങനെ നിന്നിട്ട് പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ പാർട്ട്ണർ നാട്ടിൽ ലീവിന് വന്നിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വിഷമം ഉണ്ടാവും, ഇല്ല എന്നല്ല. ഇപ്പോൾ ഫാമിലീസിനും അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഒരു 2 to 3 ഡേയ്സിൽ ഓക്കെ ആവില്ലേ. എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ബിസി ആവും, ഓരോരോ കാര്യങ്ങളിലേക്കാവും. നമ്മളിതുപോലെ പുറമെ കാണുന്ന എല്ലാവരോടും ചിരിച്ചിട്ടായിരിക്കും സംസാരിക്കുക, ഭയങ്കര ഓക്കെ ആയിട്ടായിരിക്കും സംസാരിക്കുക. നമ്മൾ പെട്ടെന്ന് കാണുന്നവർക്ക് നമ്മൾ കുഴപ്പമില്ല ഓക്കെ ആയി എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ മാത്രമേ അറിയുള്ളൂ നമ്മളെത്ര എന്താ പറയുക ഈ ഒരു മൊമെൻറ്റ് ഗോ ത്രൂ ചെയ്യാൻ നമ്മളെത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. നമുക്കൊരു 1 to 2 വീക്സ് എടുക്കും ഇതൊന്ന് സർവൈവ് ചെയ്യാനും. ആ ഒരു സ്റ്റക്കായി പോയ ഫീൽ ഉണ്ടല്ലോ, അതിൽ നിന്നൊന്ന് മാറി ലൈഫൊന്ന് റുട്ടീനിലേക്ക് വരാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ എനിക്കും അങ്ങനെയാണ്. ഇനിയിപ്പോൾ എനിക്കൊന്ന് എല്ലാം ബാക്ക് ടു നോർമൽ ആവണമെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെൻ്റെ മൈൻഡിലൊന്ന് പ്രോസസ്സായി ഒരു റുട്ടീനിൽ നോർമലായി ചെയ്യണമെങ്കിൽ എനിക്കൊരു 2 വീക്സ് എടുക്കും. അതുവരെ ഞാൻ ഇതിങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ 1 മന്താണ് നാട്ടിൽ ലീവിനുള്ളൂവെങ്കിലും നമ്മൾ മാക്സിമം ഈ സമയമൊക്കെ കറങ്ങാൻ പോവും, അല്ലെങ്കിൽ പുറത്ത് പോവോ, അല്ലെങ്കിൽ വീട്ടിൽ ഒരുമിച്ചുള്ള സമയമാണെങ്കിലും നമ്മൾ മിക്കപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഫുഡ് കഴിക്കുന്നത് ഒരുമിച്ചായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് ട്വിൻ ബേബീസാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലും എത്ര ബിസി ആണെങ്കിലും അവരെ ഉറക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ ഒരുമിച്ച് കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കിട്ടുന്ന സമയമൊക്കെ പുറത്ത് പോവുക, തന്നേക്കും പുറത്തു പോവും, ബേബീസായിട്ടും പുറത്ത് പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത്രയും നാൾ ഒരുമിച്ചുണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ പിന്നെ നമ്മുടെ മൈൻഡിൽ മൊത്തം ഇവരൊരുമിച്ച് പുറത്ത് പോയതും ഇവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്തതും ഒരുമിച്ച് കഴിച്ചതും ഇതെല്ലാം ഓർമ്മ വരും. നമുക്കിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഫുഡ് വെച്ചാൽ പോലും ഓക്കെ ഞാൻ ഇന്ന് മുതൽ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ എന്നുള്ളൊരു ആ തോട്ടുണ്ടല്ലോ, അതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. നമുക്ക് ചില സമയത്ത് ഭയങ്കര ഇമോഷണലായി പോകും അങ്ങനെയുള്ള സമയത്ത്. പിന്നെ ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക മാത്രമാണ് ഒരു സൊല്യൂഷൻ. പിന്നെ ഇങ്ങനെ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കും നമുക്ക് ലൈഫിൽ വലിയ കുറേ ഡ്രീംസിനേക്കാളും ഏറ്റവും വലിയ ഡ്രീമായിരിക്കും നമ്മുടെ പാർട്ട്ണറായിട്ടൊരു റൂഫിൻ്റെ താഴെ ഒരുമിച്ച് താമസിക്കുക എന്നുള്ളത്. നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കുട്ടികൾ, അങ്ങനെ ഒരു ലൈഫ്. ആൻഡ് അത് പലർക്കും വളരെ നോർമലായി നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും നമുക്ക് ഭയങ്കര ലക്ഷറിയാണ് ആ ഒരു കാര്യം. നമുക്ക് അങ്ങനെ ഒരു മാസം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ലക്ഷറിയാണ്. നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലാതെ നിൽക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർ വിചാരിക്കും ഇത് ഇത്ര വലിയ കാര്യമാണോ, ഇതിന് ഇത്ര വിഷമിക്കേണ്ട ഒരു ആവശ്യമുള്ളൊരു കാര്യമാണോ എന്നൊക്കെ. പക്ഷെ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്നവർക്കാണ് അത് മനസ്സിലാവുള്ളൂ എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതെന്ന്. ഞാൻ പൊതുവേ ഇപ്പോൾ പുറത്ത് എല്ലാവരും കാണുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവുമെങ്കിലും ചിലപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വരുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് കരയാൻ തോന്നിയാൽ കരയാം, അങ്ങനെയായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നിങ്ങളിത് വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്നതാണെങ്കിൽ അങ്ങനെയും കാണാം. ഒരാൾക്ക് എങ്ങനെയാണോ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ ഏറ്റവും നന്നായി പറ്റുന്നത് അത് ചൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് എൻ്റെ ഇമോഷൻസ് വെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഓക്കെ ആയി തോന്നാറ്. അല്ലെങ്കിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യും, ഹൗ ഐ ഫീൽ.
എനിക്കിപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്. അവർക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ചിലപ്പോൾ അവർ പറയുന്ന 1-2 വാക്കുകൾ നമ്മളെ ടെമ്പററിലി ഒന്ന് ഒരു റിലീഫ് ഉണ്ടാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആരാണോ അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോട് തന്നെ ഷെയർ ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിലിരിക്കുമ്പോഴായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത്. അതുവരെ നമ്മൾ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കുക്ക് ചെയ്യാനാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണല്ലോ. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഷെയർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാറ്. പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെയും കൂടെ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് ചെയ്യേണ്ട വന്നു. അതായത് വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യേണ്ട വന്നു. അതിൻ്റെ ഒപ്പം ഡ്യൂട്ടി ഉണ്ട് ആൾക്ക്. അപ്പോൾ ഏർലി മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് തലേദിവസം ആൾ തന്നെ അരിഞ്ഞ് വെച്ച വെജീസൊക്കെ വെച്ച് കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്നെ വിളിക്കുള്ളൂ. കാരണം എനിക്ക് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അപ്പം ഏർലി മോർണിംഗ് ഈ ഡ്യൂട്ടിക്ക് ശേഷം ആൾക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട വരികയാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ആൾ ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ 5th month വരെ ഞാൻ ജോബിന് പോയതും തന്നെ ഡ്രൈവ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് BP ലോ ആവണം, അങ്ങനത്തെ ഇഷ്യൂസ് കാരണം ആൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് നിന്ന് പിന്നെ വരും എന്നെ കൊണ്ടാക്കാൻ. അങ്ങനെ എന്നെ ജോബിന് കൊണ്ടാക്കി തിരിച്ച് വന്നിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് കയറും. ഈവനിങ്ങിന് വന്നാലും ഇത് തന്നെ, എന്താ പറയുക, ആളുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തരിക, അങ്ങനെ. അപ്പോൾ അത്രയും കണക്റ്റഡായി നിന്നുകൊണ്ടും കൂടി ആയിരിക്കും, അതായത് ഒരുമിച്ച് നിൽക്കുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് റിയലൈസ് ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം നമ്മൾ പിന്നെ മാറി നിൽക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക. ഇപ്പം ഈ പുറത്തുള്ളവർക്കൊക്കെ ഇടയ്ക്ക് വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നിങ്ങളുടെ പാർട്ട്ണറുടെ ഒപ്പം നിന്ന് കുറച്ച് നാൾ നിങ്ങൾക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല മൊമെൻറ്റ്സും ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ വന്നിട്ട് സർവൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നുകൂടെ പാടായിരിക്കും. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട് തിരിച്ച് വന്നിട്ടുള്ളവർക്കൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. നമുക്ക് ഈ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊന്ന് ഒരുമിച്ച് നിന്നിട്ട് വീണ്ടും തിരിച്ച് വരുന്നതാണ് അതിലും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു 3 to 4 months വെയിറ്റ് ചെയ്യണം നിധുവിനെ കാണണമെങ്കിൽ. ആൻഡ് പെട്ടെന്ന് സമയം പോകുമെന്ന് വിചാരിക്കുന്നു. ഒരു 2 weeks കഴിയണം ഇനി ബാക്ക് ടു എല്ലാം എനിക്ക് വളരെ നോർമലായി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുവരെ കുറച്ച് സ്ലോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ എല്ലാ കാര്യത്തിലും എല്ലാത്തിലും ഇതിങ്ങനെ റിവൈൻഡ് അടിച്ച് ഓർമ്മ വരുന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട്. പിന്നെ ലീവ് എടുക്കാറായ നെക്സ്റ്റ് ഒരു 1 to 2 weeks ഉണ്ടല്ലോ, ലീവിനോടടുത്തിട്ടുള്ള അതായിരിക്കും നമ്മുടെയൊക്കെ ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാത്തിരിപ്പില്ലേ. അതിന് മുന്നുള്ള കാത്തിരിപ്പ് എനിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. കാരണം കുറേ നാൾ നോക്കിയിരിക്കുന്നത് അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷേ ആ ലീവിന് വന്നതിന് തൊട്ട് മുമ്പുള്ള 1 to 2 weeks നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. നമ്മുടെ സെൽഫ് കെയർ കൂടുതലായിരിക്കും. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരെ നോക്കി ഇനി ദിവസങ്ങൾ തന്നെ, ലൈക്ക് ഇനി 2 weeks ഉള്ളൂ, 1 week ഉള്ളൂ, 4 days ഉള്ളൂ, 24 hours ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആ മൊമെൻറ്റ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സമയമായിരിക്കും. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും കരുതി വയ്ക്കുക, എന്തെങ്കിലും ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെൽഫ് കെയർ ആയിട്ട് സമയത്ത് കൂടുതലായിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ലീവിനോട് അടുക്കുന്ന ഒരു 1 to 2 weeks ആയിരിക്കും ഏറ്റവും ഇനി ഹാപ്പി ആകാൻ പോകുന്ന ഒരു സമയം. ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമൊക്കെ എപ്പോഴും ഞാൻ സാഡ് അടിച്ചിരിക്കുമെന്നൊന്നുമല്ല കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഒരു 1 to 2 weeks ചിലപ്പോൾ എല്ലാം നോർമലാവും, എല്ലാം ബാക്ക് ടു റുട്ടീൻ, എല്ലാം പുതിയൊരു ഇതിലേക്ക് അഡാപ്റ്റ് ആവും. ബട്ട് സ്റ്റിൽ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു മിസ്സിങ് എപ്പോഴും ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഞാൻ ബോറടിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ വന്ന് പറഞ്ഞൊരു വീഡിയോ ആണിത്. ഞാൻ വളരെ ഡൗൺ ആയിട്ടിരുന്നപ്പം ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. നിധുവിനോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യും, ചിലപ്പോൾ നീ ഓക്കെ ആവുമെന്ന്. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ്. ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലാതെ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഞാൻ റെപ്പറ്റേറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അതല്ല, നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും വീഡിയോസ് കാണാൻ ട്രൈ ചെയ്യുക. ഷോർട്ട് വീഡിയോസിനൊക്കെ ഇപ്പോൾ ഞാൻ ഒരു 2 months ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത സപ്പോർട്ടുണ്ട്. അപ്പോൾ ലോങ് വീഡിയോസ് നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ടോപ്പിക്സാണ് സംസാരിക്കാൻ ഇഷ്ടം, സംസാരിച്ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം. പിന്നെ ക്രിറ്റിസിസം ഉണ്ടെങ്കിലും പറയാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതുപോലെ കുറേ പേരുണ്ട്. ആൻഡ് ഇതൊട്ടും ഈസി അല്ല, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ
ഒരു നെക്സ്റ്റ് മീറ്റിന് വേണ്ടി വീണ്ടും കാണുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന സൊല്യൂഷൻ. ആൻഡ് കീപ്പ് ഇൻ കോണ്ടാക്ട്. എപ്പോഴും പറ്റുന്നത്രയും വിളിക്കുക, സംസാരിക്കുക. അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഏക റിലീഫ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.